ഗീതാസാരം ചേലിലാമൗലിയിൽ പീലി ചാർത്തീം കോലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തീം ചെന്താമരയിതൾ കണ്ണിനേറ്റം ചന്തം കലത്തും മഷിയെഴുതീം എൾപ്പൂവിനാനന്ദമേകി വാഴും ഉൾപ്പൂവിനൊത്തോരു നാസയേന്തീം തൊണ്ടിപ്പഴത്തേനു നാണമേകും ചുണ്ടിൻ്റെ മാധുര്യമെങ്ങും വീശി കർണങ്ങളിലുള്ള കുണ്ടലങ്ങൾ ഗണ്ഡതലങ്ങളിൽ മിന്നലാർന്നും ഹാരാദിയാഭരണങ്ങളേന്തി മാറിന്നു ശോഭയിരട്ടിയാക്കി ചമ്മട്ടിക്കോലു വലത്തു കൈയിൽ ചെമ്മേ കടിഞ്ഞാണിടത്തു കൈയിൽ മഞ്ഞപ്പട്ടങ്ങു ഞൊറിഞ്ഞുടുത്തു മഞ്ജുവ മന്ദസ്മിതവുമായി പാർത്ഥനു സാരഥിയായി നിന്നു അതിവിനാശനൻ വാസുദേവൻ തേരിൽ വികാരമിയന്നിരുന്നാം വീരനമർജുനനേവമോദി രണ്ടു സേനയ്ക്കുമിടയിലായി കൊണ്ടുപോയ അച്യുതതിരുനിർത്തു. ഗീതാസാരം തുടർച്ച വരി 23 മുതൽ. കാണട്ടെ ഞാനീ രണാങ്കണത്തിൽ പോരിന്നു വന്നു നിരന്നവരെ എന്നതു കേട്ടുടൻ കൃഷ്ണൻ അപ്പോൾ മുന്നോട്ടു തേരിനെ കൊണ്ടു നിർത്തി. അയ്യോ ഭഗവാനെ എൻ്റെ കൃഷ്ണ, വയ്യേ ബന്ധുക്കളെ കൊല്ലുവാനോ? ബന്ധുക്കളെ കൊന്നു രാജ്യമാളൊന്നെന്തിന് സൗഖ്യമീയെന്നിടാനോ? കൗരവരെന്നെ വധിക്കുകിലും പോരവരോട് ഞാൻ ചെയ്യുകയില്ല. ഏവം കഥിച്ച ധനഞ്ജയന് ഭാവം പകർന്നതു കണ്ട നേരം ഭാവജ്ഞനാം ഭഗവാൻ മുകുന്ദൻ ഈ വണ്ണമോദിനാൻ സാവധാനം. ഇല്ലാത്തതുണ്ടാകയില്ലയല്ലോ, ഇല്ലാതെ പോകയില്ലുള്ളതൊന്നും. ദേഹിക്കു നാശമുണ്ടാകയില്ല, ദേഹം നശിച്ചിടുമെന്നാലും. ആരെയും ആത്മാവ് കൊല്ലുകില്ല, ആരാലും കൊല്ലപ്പെടുന്നതുമില്ല. വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതുപോലെ അത്രേ ജീർണിച്ച ദേഹം ത്യജിച്ചു ദേഹി പൂർണ്ണം ധരിക്കുന്നു വേറെ ദേഹം. വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതുപോലെയത്രേ ജീർണിച്ച ദേഹം ത്യജിച്ചു ദേഹി പൂർണ്ണം ധരിക്കുന്നു വേറെ ദേഹം. ആത്മാവെ അഗ്നി ദഹിപ്പിക്കില്ല, ആത്മാവലിഞ്ഞു പോകുന്നതല്ല. ആത്മാ ജനിച്ചു മരിക്കുമെന്നാണ് ആത്മാവിൽ നീ കരുതുന്നതെങ്കിൽ തിണ്ണം ജനിച്ചവൻ ജാകുമെന്നും തിണ്ണം മരിച്ചവൻ ജാതനെന്നും നന്നായി അറിഞ്ഞു നീ സ്വസ്വധർമ്മം സംശയം കൂടാതെ ചെയ്യുകയെല്ലാം. കർമ്മം ചെയ്യുവാൻ അധികാരി നീയാം, കർമ്മഫലം അതിലോർത്തിടൊല്ല. കർമ്മഫലത്തിനു ഹേതുവായോ കർമ്മം ചെയ്യാതെയോ വാണിടൊല്ല. 10 ഇന്ദ്രിയങ്ങളും കീഴടക്കി ഒത്ത മനസ്സും ഏകാഗ്രമാക്കി പുണ്യപാപങ്ങൾ ഉപേക്ഷിച്ചിട്ട് തുല്യബുദ്ധിയോടെ വാണിടേണം. കർമ്മഫലത്തിനു മോഹിയാതെ കർമ്മങ്ങൾ ചെയ്യുക ഈശാർപ്പണമായി. ഇങ്ങനെയോരോരോ തത്വമോദി ഭംഗിയാൽ പാർത്ഥനെ ബുദ്ധനാക്കി വിശ്വാസം കൂടുവാൻ ദേവദേവൻ വിശ്വരൂപം കാട്ടി നിന്നു തേരിൽ. എല്ലാറ്റിലുമെല്ലാം ഞാനാണെന്നും എല്ലാം എന്നിലെന്നും കണ്ടിടേണം. നൂലിൽ മണികൾ പോലെ എന്നിലെല്ലാം ചേലിൽ കോർത്തുള്ളതാണ് ഓർത്തിടേണം. സാക്ഷാൽ ഭഗവാനിൽ നിന്നിവണ്ണം തത്വാർത്ഥമെല്ലാം ഗ്രഹിച്ച നേരം ഭക്തപ്രിയ കരുണാംബുരാശേ വക്തവ്യമല്ലാത്ത വൈഭവമേ താവകാനുഗ്രഹം ഹേതുവായൻ ശോകമോഹങ്ങളകന്നുവല്ലോ. പങ്കജനാഭ നിന്നാജ്ഞ പോലെ
ശങ്ക കൂടാതെ ഞാൻ ചെയ്തു കൊള്ളാം. യുദ്ധം പറഞ്ഞെഴുന്നേറ്റു വേഗം പാർത്ഥൻ സ്വധർമ്മം നടത്തിക്കൊണ്ടാൻ. ദുര്യോധനാദി ശത്രുക്കളെയും നിഗ്രഹം ചെയ്തു ജയം വരുത്തി. ഒന്നു ശ്രമം ചെയ്ത നേരം ദൈവം നന്നായി സഹായിച്ചു പൂർണ്ണമാക്കി. എങ്ങു യോഗേശ്വരൻ കൃഷ്ണനുണ്ടോ, എങ്ങോ ധനുർധരൻ പാർത്ഥനുണ്ടോ, അങ്ങോ വിജയ ശ്രീമംഗളങ്ങൾ തങ്ങുമീ മന്ത്രം ജപിച്ചുകൊള്ളുവിൻ. ശ്രീശൻ ഭഗവാന്റെ ഗീതവേഗം ലേശം വിടാതെ പഠിച്ചുകൊള്ളുവിൻ. ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നു വിളങ്ങിക്കാണാം. ഗീതാപാഠം ചൊല്ലിക്കേട്ടുവെന്നാൽ ബോധമുണ്ടായിടും വൃക്ഷങ്ങൾക്കും സർവചരാചരങ്ങൾക്കിതിനാൽ സർവത്ര മംഗളം വന്നിടട്ടെ.